Sky Gold, elegance of beauty. പെരിന്തൽമണ്ണ നഗരത്തിലെ വർഷങ്ങളായുള്ള രൂക്ഷമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കാൻ അഹോരാത്രം പ്രയത്നിച്ച പെരിന്തൽമണ്ണ എംഎൽഎ നജീബ് കാന്തപുരം, മങ്കട എംഎൽഎ മഞ്ഞളാംകുഴി അലി എന്നിവർക്ക് പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രൗഢഗംഭീരമായ സ്വീകരണം നൽകി. ബൈപ്പാസ് നിർമ്മാണത്തിന് മർച്ചന്റ് അസോസിയേഷന്റെ പൂർണ്ണ പിന്തുണ യോഗം അറിയിച്ചു. പെരിന്തൽമണ്ണ ടൗൺ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വ്യാപാര രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഇപ്പോൾ ഈ 10 കോടി റുപ്യ ഞങ്ങൾ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടിയതിന് ശേഷം നേരെ പിറ്റേ ദിവസം തന്നെ ഒരാൾ വിളിക്കുക അങ്ങാടി പുറത്തുനിന്ന്. ആരെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനാണ്. ഞാൻ ഇതിന് സ്റ്റേക്ക് പോയിട്ട് നിങ്ങൾ നമ്മൾ ലോകിയാണ്, സ്നേഹമൊക്കെയാണ്, പക്ഷെ ഞാൻ ഇതിന് സ്റ്റേക്ക് പോവുകയാണ്. കാരണം നിങ്ങളത് എലിവേറ്റഡ് ഹൈവേ അല്ലാതെയാണ് ഇത് കൊണ്ടുപോകാൻ പോകുന്നതാണ്. നമ്മൾ പൊന്നു സ്നേഹിത, ദയവ് ചെയ്തൊന്നും ചെയ്യല്ല. എന്താ നിങ്ങൾക്ക് വേണ്ട നമുക്ക് ചെയ്യാം. ജനങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഒരു 20-25 മിനിറ്റ് കഴിയാതെ ആ അങ്ങാടിപ്പുറം പാലത്തിൻ്റെ മുകളിൽ കൂടി അങ്ങോട്ട് കൊണ്ട് പോരാൻ പറ്റുന്നില്ല. ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് അതങ്ങനെ തന്നെ വരണം. അതിൽ യാതൊരു വെള്ളം ചേർക്കലുമില്ല. അതങ്ങനെ തന്നെ വരേണ്ടതാണ്. അത് വരുന്നതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കലാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അതിനുവേണ്ടി ഈ ഗവൺമെൻറ് വന്ന അന്ന് മുതൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുമായി നേരിട്ട് അതിശക്തമായ സമ്മർദ്ദം ചെലുത്തി തന്നെയാണ് പെരിന്തൽമണ്ണയിലേക്ക് ആ 10 കോടി കൊണ്ടുവന്നിട്ടുള്ളത്. അത് സ്വാഭാവികമായി സംഭവിച്ചതല്ല. അതിൻ്റെ പിന്നിൽ കഠിനാധ്വാനവും പരിശ്രമവും ഉണ്ട്. പിന്നെ ഓരോടംപാലം മാനത്തുമംഗലം ബൈപ്പാസിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ബൈപ്പാസ് എന്ന നിലയിൽ ഒരുപാട് കാലമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ചമയം ബാപ്പുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് PTS മൂസു ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ നിർമ്മിക്കാൻ പോകുന്ന മേൽപ്പാലം ഇവിടുത്തെ ഗതാഗത കുതിപ്പിന് ശാശ്വതമായ ഒരു പരിഹാരമല്ല. ഈ മേൽപ്പാലത്തിന്റെ വർക്ക് കഴിഞ്ഞാൽ തന്നെ UDF ഗവൺമെന്റ് ആണെങ്കിൽ ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുമെന്ന് ആയിരങ്ങളെ സാക്ഷി നിർത്തി അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ ആ വാക്കുകൾ ഇന്നും ഞാൻ ഓർക്കുകയാണ്. ചടങ്ങിൽ വെച്ച് വ്യാപാരികളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിലും മറ്റ് ഉന്നത പരീക്ഷകളിലും മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള അവാർഡ് വിതരണവും നടന്നു. മലബാർ സൗഹൃദവേദിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം നേടിയ മണികണ്ഠൻ കുളത്തൂരിനെ ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ, നഗരസഭാ വൈസ് ചെയർമാൻ ഫസൽ മുഹമ്മദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ബഷീർ, മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷാലിമാർ ഷൌക്കത്ത്, അൽഷിഫ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഉണ്ണീൻ, അഡ്വക്കേറ്റ് C മുഹമ്മദ് അലി, അബ്ദുൽ കരീം, ഡോക്ടർ നിലാർ മുഹമ്മദ്, കുറ്റീരി മാനുപ്പ, മുഹമ്മദ് അലി, CP മുഹമ്മദ് ഇക്ബാൽ, ലത്തീഫ് ടാലന്റ്, യൂസഫ് രാമപുരം, ലിയാഖത്ത് അലി ഖാൻ, KP ഉമ്മർ, VP സൈദലവി, വാര്യർദാസ്, ഗഫൂർ വള്ളൂരാൻ, ഹാരിസ് ഇന്ത്യൻ, ഷൈജൽ, ഉമ്മർ ഷെരീഫ്, റഷീദ് ഇലക്ട്രോ, ജമീല ഇസുദ്ദീൻ, കാജ മുഹിയുദ്ദീൻ, ഇബ്രാഹിം കാരയിൽ, മനോജ് മേലാറ്റൂർ, ജബ്ബാർ അങ്ങാടിപ്പുറം, അസൈനർ കരിങ്കലത്താണി, റഷീദ ഡാലിയ തുടങ്ങിയവർ പങ്കെടുത്തു. പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. നിങ്ങളുടെ പഴയ സ്വർണം ഇപ്പോൾ 100% മൂല്യത്തോടെ ഒട്ടും നഷ്ടമില്ലാതെ മാറ്റിവാങ്ങാം. ഒരു പവന് 1000 രൂപ അധിക ലാഭവും. കൂടാതെ വെറും 5% നൽകി ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ്, ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ.